പിണറായി വിജയൻ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഗൾഫ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗൾഫ് പര്യടനത്തെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ പല ദുരൂഹതകളും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദുരൂഹത ഇപ്പോൾ അല്പം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഗൾഫിൽ വെച്ച് ലീഗിൻ്റെ ഉന്നത നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൻ വ്യവസായികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നടന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയായിരിക്കും ഈ കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളതാണ്. മുസ്ലിം വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തിനെ അനുകൂലിച്ച് നിൽക്കുന്ന മറ്റ് അല്പം തീവ്രത കൂടിയ സംഘടനകളെയും, അതായത് ജമായത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി എന്നിവയൊക്കെ അതിനിശിതമായി വിമർശിക്കുകയും അതുപോലെ തന്നെ മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ താറടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പിണറായി വിജയന്റെ തന്നെ അനുമതിയോടും ഒത്താശയോടും കൂടിയാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ പിണറായി വിജയന്റെ ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് നിഴലിക്കുന്നത്? കൃത്യമായി നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അതായത് 26-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒറ്റ കാര്യമേ അവർ അങ്ങോട്ട് ആവശ്യപ്പെടത്തുള്ളൂ: നിങ്ങൾ മത തീവ്രമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് അഗ്നിശുദ്ധി വരുത്തി വരിക. അത് പറച്ചിൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അവരുടെയൊക്കെ തന്നെ പിന്തുണ ലീഗിന്റെ കൈവശം ഉണ്ടാവുകയും ചെയ്യും. ആ വോട്ട് CPM വാങ്ങിക്കുകയും ചെയ്യും. അവരെ ഒക്കെ നെഞ്ചത്തേറ്റി ലാളിച്ചിട്ടുള്ളവരാണ് CPM. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ലീഗിനെ അകറ്റി നിർത്തിയാൽ ഇപ്പോൾ നടത്തുന്ന ഈ കൂടിക്കാഴ്ചയില് നമുക്കിങ്ങനെ തന്നെ വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് വിധേനയും ഭരണത്തിൽ വരണം. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് കേരളത്തിലെ CPI വിവരം അറിഞ്ഞു. ലീഗ് LDF-ലേക്ക് വരാൻ പോകുന്നു. അതുകൊണ്ടാണ് CPI PM ശ്രീ പദ്ധതിയിൽ ഇത്ര കടുപ്പിച്ച് നിൽക്കുന്നത്. കടുപ്പിച്ച് നിന്നതിന് അയവ് വരുത്തിയിരിക്കുകയാണ്. അതിനകത്ത് പിണറായി വിജയൻ അല്ലെങ്കിൽ CPM മുമ്പോട്ട് വെച്ചിട്ടുള്ള ധാരണകളെന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്. PM ശ്രീ പദ്ധതിയുമായിട്ട് പോകും. CPIക്ക് അറിയാം PM ശ്രീ പദ്ധതി നടത്തിയേ പറ്റൂ. അത് കേന്ദ്രത്തിൻ്റെതാണ്. അത് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണോ, അത് കഴിഞ്ഞാൽ ഫണ്ട് വാങ്ങിച്ചിട്ട് മറ്റൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് വെറും ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. അപ്പൊ PM ശ്രീ പദ്ധതിയില് എന്നുള്ളത് CPI ഒരു കാരണമാക്കിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ PM ശ്രീ പദ്ധതിയുടെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയില് മുന്നണിയെ ഒരു പ്രതിസന്ധിയിൽ എത്തിക്കാനായിട്ട് CPI തയ്യാറെടുക്കത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, ലീഗ് തീർച്ചയായിട്ടും ഭരണമില്ലാതിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാരണം ഈ കോൺഗ്രസിലെ അനൈക്യം അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിലെ അനൈക്യത്തെക്കുറിച്ച് പലപ്പോഴും ഹൈക്കമാൻഡിനെ വിവരം ധരിപ്പിച്ചിട്ടുള്ളത് ലീഗാണ്. അത് ആ സമയത്ത് മാത്രം ഒന്ന് ശാന്തമാകും. പിന്നീട് വീണ്ടും അവരുടെ അതിനകത്തുനിന്ന് അപസ്വരങ്ങൾ ഉയരുന്നു. അധികാരത്തിന് വേണ്ടി ശക്തമായി വാദങ്ങളുമായിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങുക വരെ ചെയ്യുന്നു. ഇത് അവർക്ക് പൊതു ഇടങ്ങളിലുള്ള സ്വീകാര്യത കുറയ്ക്കുന്നു എന്നാണ് ലീഗ് പറയുന്നത്. ഇത് മുഖവിലക്കെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയി പരിഹരിക്കാനൊന്നും പലപ്പോഴും ഹൈക്കമാൻഡ് പോലും കഴിയുന്നില്ല, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പോലും KPCCയുടെ മുൻ അധ്യക്ഷൻ K. സുധാകരൻ രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും തുറന്നടിച്ചു. കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ ഇടയിലുള്ള അനൈക്യമാണ് കോൺഗ്രസിന്റെ തകർച്ചയിലേക്ക് പോകുന്നത്. അത് വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീടുള്ള യോഗത്തിൽ നിൽക്കാതെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തില്
ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗിന് ഇനിയും ഒരു പരീക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറല്ല. പരീക്ഷണത്തിന് വയ്യ അവർക്ക്. 10 വർഷമായിട്ട് അധികാരത്തിലില്ലാതിരിക്കുന്ന അവസരത്തിൽ അപ്പോൾ ലീഗുമായിട്ടുള്ള ചർച്ച ഗൾഫ് നാടുകളിൽ വെച്ച് മുറുകി. അത് 26 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ലീഗ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോവുക. അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്ന എന്താണ്? നഷ്ടമുണ്ടാകുന്നത്, ഏറ്റവും അധികം പ്രസക്തി നഷ്ടപ്പെടാൻ പോകുന്നത് CPIക്കാണ്. CPIയേക്കാൾ കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗിനുണ്ടാകും. മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി മാറും. അതിന് താഴെ ഉള്ളൂ CPI എന്നുള്ള നില വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും CPIക്ക് കാര്യം കൃത്യമായി മനസ്സിലായി. അതുപോലെ തന്നെ കോൺഗ്രസിന് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. CPI ഇടഞ്ഞു നിൽക്കുന്നതും പിണറായി വിജയൻ ഗൾഫിൽ വെച്ച് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ഒക്കെ കോൺഗ്രസിന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ്സുകാരല്ലേ, എന്ത് ചെയ്യാൻ കഴിയും? ലീഗ് പോയി കഴിഞ്ഞാൽ പിന്നെ ഘടകകക്ഷികളെല്ലാം തന്നെ പല വഴികളിലൂടെ പോകും. കോൺഗ്രസിന്റെ അന്ത്യം അതോടുകൂടി കുറിക്കും. അതോടൊപ്പം തന്നെ UDFന്റെ അന്ത്യവും ഉണ്ടാകും എന്നുള്ളതും ഉറപ്പായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ലീഗുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നു എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ലീഗിന് വലിയ സ്വാതന്ത്ര്യം തന്നെ CPM കൊടുക്കാൻ തയ്യാറെടുക്കും. കാരണം CPM ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എങ്ങനെയും 3ാം വട്ടം അധികാരത്തിലെത്തണം. ഈ 3ാം വട്ടം അധികാരത്തിലെത്തിയില്ലെങ്കിൽ CPM കേരളത്തിൽ നിലംപരിശാകും, ഉറപ്പായ കാര്യമാണ്. ആ നിലംപരിശാകുമ്പോൾ അത് ബംഗാളിലെയും ത്രിപുരയിലെയും അതേ സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലീഗുമായിട്ടൊരു കോംപ്രമൈസിന് തയ്യാറെടുക്കുക. അങ്ങനെ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ലീഗ് പലപ്പോഴും ലീഗിന് ബാർഗൈനിങ് പവർ അല്പം കൂടുതലാണ്. UDFില് LDFിൽ അത്രയും നടക്കില്ല. പക്ഷേ ഇപ്പോൾ CPM വഴങ്ങിക്കൊടുക്കും. കാരണം CPMനാണ് വിജയത്തിലേക്ക് എത്തുന്നതെങ്കിൽ പോലും വലിയൊരു ഭൂരിപക്ഷമൊന്നും നേടി വരാൻ കഴിയത്തില്ല. കാരണം BJP ഇവിടെ കേരളത്തിൽ എങ്ങനെ വന്നാലും ഒരു 10 സീറ്റ് പിടിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് UDFില് ഉണ്ടാകുന്നതും നഷ്ടവും ഒക്കെ നോക്കുമ്പോൾ CPMനെ വിജയത്തിലേക്ക് എത്താമെന്നാണ് കണക്കുകൂട്ടൽ. കാരണം കേരളത്തിൽ പലയിടങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരത്തിന് CPM വഴിയൊരുക്കുന്നുണ്ട്. ത്രികോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നേട്ടം CPM അനുഭവിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലീഗിൻ്റെ ഈ സീറ്റും കൂടി ആകുമ്പോൾ പലതരത്തിലുള്ള നേട്ടവും ലീഗിന് കിട്ടും എന്നുണ്ട്. അപ്പോൾ ലീഗ് ബാർഗൈനിങ് പവർ അവിടെ നടത്തും. ബാർഗൈൻ ചെയ്യാനുള്ള ഒരു അവകാശം പോലും അവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. ലീഗ് ഇപ്പോൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് UDFിൽ നിൽക്കുമ്പോൾ. പക്ഷെ ലീഗിന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ ഒരു വിശ്വാസ്യത ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. കാരണം കേരളത്തിൽ അവർ മുഖ്യമന്ത്രിക്ക് വേണ്ടി പലരും കുപ്പായം തയ്ച്ച് റെഡിയായി നിൽക്കുകയാണ്. ഒടുവിൽ ഇതാ KC വേണുഗോപാൽ വരെ ഇറങ്ങി. KC വേണുഗോപാൽ ഇറങ്ങിക്കളിക്കുമ്പോൾ മറ്റുള്ള നേതാക്കന്മാർക്കും അതുപോലെ അത്തരത്തിൽ വീറും വാശിയും ഏറുകയാണ്. അത് കോൺഗ്രസിന്റെ വലിയ നാശത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലെ ഒരു നീക്കം നടത്തുന്നത്. എന്തായാലും ലീഗിനെ നമുക്ക് വിശ്വസിച്ച് നിർത്താൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.